പ്രിയപ്പെട്ടവരെ, +1 പൊളിറ്റിക്കൽ സയൻസിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് 6ാമത്തെ ചാപ്റ്ററായ ജുഡീഷ്യറി അഥവാ നീതിന്യായ വ്യവസ്ഥയാണ്. ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ജുഡീഷ്യറി. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ജുഡീഷ്യറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ വരുന്നത് ഈ ഒരു ചിത്രമാണ്. ഇത് ജുഡീഷ്യറിയെ സംബന്ധിക്കുന്ന എപ്പോഴും ന്യായവും നീതിയും കൃത്യമായി നോക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ജുഡീഷ്യറി. ജുഡീഷ്യറിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്ത്യയിൽ നമുക്ക് മനസ്സിൽ വരുന്നത് ഇന്ത്യയുടെ സുപ്രീം കോടതിയാവും. വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ കോർട്ട്സ് ഇൻ ദി വേൾഡ് ആണ്. ലോകത്തിലെ തന്നെ ശക്തമായ കോടതികളിൽ ഒന്നാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ എംബ്ലം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം. ലോകത്തിലെ തന്നെ ശക്തമായ കോടതികളിൽ ഒന്നാണ് സുപ്രീം കോടതി. കോടതികൾ കൂടുതൽ ശക്തമായി നിലനിൽക്കുന്ന ഭരണ സംവിധാനം ഫെഡറൽ സിസ്റ്റമാണ്. ഒരു ഫെഡറൽ ഭരണ സംവിധാനത്തിൽ ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി ആ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ഫെഡറൽ സുപ്രീം കോടതിയും ഇന്ത്യയുടെ സുപ്രീം കോടതിയുമൊക്കെ പവർഫുള്ളായിട്ടുള്ള കോടതികളിൽ ഒന്നാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് NV രമണ. നമുക്കറിയാം, ചീഫ് ജസ്റ്റിസുമാർ ജഡ്ജിമാരിലെ സീനിയറായിട്ടുള്ള അംഗമാണ് ചീഫ് ജസ്റ്റിസ് ആകുക. അതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസുകാർ സർവീസ് കാലാവധി കഴിയുന്നതനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ആരാണ് പ്രസൻറ്റ് ചീഫ് ജസ്റ്റിസ് എന്ന് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. കാരണം പരീക്ഷയ്ക്ക് വൺ വേർഡായിട്ട് ചോദ്യം വരാം, ഹൂ ഈസ് ദ പ്രസൻറ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് NV രമണയാണ്. എങ്ങനെയാണ് ഒരു ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് യു മീൻ ബൈ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി? അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയണമെങ്കിൽ ജുഡീഷ്യറി ഷുഡ് ബി ഫ്രീ ഫ്രം അതർ ഓർഗാൻസ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഘടകങ്ങളിൽ നിന്ന് ഇത് സ്വതന്ത്രമാവണം. മറ്റ് ഓർഗാൻസ് എന്ന് പറഞ്ഞാൽ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും. ഇന്ത്യയുടെ പാർലമെൻറ്റ് ഒരു കാര്യങ്ങളിലും ജുഡീഷ്യറിയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പാടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഒരു വിഷയങ്ങളിലും ജുഡീഷ്യറിയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പാടില്ല. അങ്ങനെ ഒരു സാഹചര്യമുണ്ടെങ്കിൽ അവിടെ ജുഡീഷ്യറിക്ക് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാൻ കഴിയും. മറ്റൊന്ന്, ദ ജഡ്ജസ് ഷുഡ് ബി ഏബിൾ ടു പെർഫോം ദെയർ ഡ്യൂട്ടീസ് ഫ്രീലി ആൻഡ് ഫെയർലി. ജഡ്ജിമാർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ പേടിയില്ലാതെ വളരെ സ്വതന്ത്രമായി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ, സമ്മർദ്ദങ്ങൾ അവരുടെ മേലിൽ ഉണ്ടാവാൻ പാടില്ല. മറ്റൊന്ന്, ദ ജഡ്ജസ് ഷുഡ് ബി ഫ്രീ ഫ്രം പൊളിറ്റിക്കൽ പ്രഷേഴ്സ്. രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഇവർ വിമുക്തമാവണം. ഒരു ജനാധിപത്യ രാജ്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ അപ്പോയിൻമെൻറ്റുകളാവരുത് ജഡ്ജിമാരുടേത്. ഗവൺമെൻറ്റുകൾ മാറുമ്പോൾ ജഡ്ജിമാർ മാറുന്ന സ്ഥിതി ഉണ്ടാവരുത്. ഒരു തരത്തിലും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ ആ ജുഡീഷ്യറിയും ഇൻഡിപെൻഡൻ്റ് ആവും. വൈ ഡു വി നീഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. എന്തിനാണ് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറിയുടെ ആവശ്യം? അങ്ങനെ ഒരു സ്വതന്ത്രമായ ജുഡീഷ്യറി ആവശ്യമുണ്ടോ? ഉണ്ട് എന്നത് തന്നെയാണ് പ്രത്യേകത. കാരണം ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് റൂൾ ഓഫ് ലോ ആൻഡ് ടു എൻഷുർ ദ സുപ്രീമസി ഓഫ് ലോ. റൂൾ ഓഫ് ലോ നിലനിർത്തുന്നതിനും നിയമങ്ങളുടെ ഒരു പരമാധികാരം സംരക്ഷിക്കുന്നതിനും ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി അനിവാര്യമാണ്. റൂൾ ഓഫ് ലോ എന്ന തത്വം ഇംഗ്ലീഷ് ഭരണഘടനയിലെ ഭാഗമാണ്. ഇംഗ്ലണ്ടിലെ എവി ഡൈസി ആണ് റൂൾ ഓഫ് ലോ എന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. നിയമമാണ് എല്ലാത്തിനും ഉപരി. അതാണ് റൂൾ ഓഫ് ലോ എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനം. ആരും നിയമങ്ങൾക്ക് അതീതരല്ല. അത്തരത്തിലുള്ള ഒരു
ഭരണ സംവിധാനം ഉണ്ടാവണമെങ്കിൽ, നിയമ സംവിധാനം ഉണ്ടാവണമെങ്കിൽ അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജുഡീഷ്യറി അനിവാര്യമാണ്. മറ്റൊന്ന്, ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽസ്, വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇൻഡിപെൻഡൻ്റ് ജുഡീഷ്യറി അനിവാര്യമാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ് ലഭ്യമായിട്ടുള്ള ഒരു രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എഴുതിയിട്ടുണ്ട് എന്നതുകൊണ്ട് ആ രാജ്യത്ത് ജനങ്ങൾക്ക് അവകാശങ്ങൾ ലഭിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഉറപ്പിക്കാൻ കഴിയണമെങ്കിൽ അവിടെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജുഡീഷ്യറി ഉണ്ടാവണം. ഏതെങ്കിലും അവകാശം നഷ്ടപ്പെട്ടാൽ അത് നേടിയെടുക്കാൻ സ്വതന്ത്രമായ ഒരു ജുഡീഷ്യൽ സംവിധാനം ഉണ്ടെങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. മറ്റൊന്ന്, ഇറ്റ് ആക്ട് ആസ് എ ഗാർഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന റോള് ഉള്ളത് ജുഡീഷ്യറിക്കാണ്. ഭരണഘടന എത്ര കുറ്റമറ്റതാണെങ്കിലും അതിനെ സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ, ഒരു ഗവൺമെൻറ്റും ഭരണഘടനാതീതമായ മാർഗങ്ങളിലേക്ക് ചലിക്കുന്നില്ല എന്ന് ഉറപ്പിക്കണമെങ്കിൽ അവിടെ ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി അത്യന്താപേക്ഷിതമാണ്. മറ്റൊന്ന്, ഇറ്റ് ആക്ട് ആസ് എ പ്രൊട്ടക്ടർ ഓഫ് ഫെഡറേഷൻ. ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ പ്രൊട്ടക്ടറായിട്ട് നിലനിൽക്കുന്നത് ജുഡീഷ്യറിയാണ്. ഒരു ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ there is a division of powers between the center government and the state government. ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ള ഭരണ സംവിധാനം ഉള്ള രാജ്യങ്ങളെയാണ് നമ്മൾ ഫെഡറൽ സ്റ്റേറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ രണ്ട് തരത്തിലുള്ള ഭരണ സംവിധാനം ആ രാജ്യങ്ങളിലുണ്ടാവും. ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റും മറ്റൊന്ന് സംസ്ഥാന ഗവൺമെൻറ്റും. അപ്പോൾ ഇവർ തമ്മിലുണ്ടാകുന്ന അധികാര വിഭജനം, ഭരണഘടന തന്നെ അധികാരങ്ങൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചില തർക്കങ്ങളുണ്ടാവാം. ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സ്വതന്ത്ര ജുഡീഷ്യൽ സംവിധാനം അനിവാര്യമാണ്. സംസ്ഥാനങ്ങൾ തമ്മിൽ ചില തർക്കങ്ങളുണ്ടാവാം. അവിടെയും പരിഹാരം കാണേണ്ടത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ സംവിധാനം വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഇന്ത്യയിലും അതുകൊണ്ട് തന്നെയാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ഉണ്ടാവുന്നതിനുള്ള തീവ്ര ശ്രമങ്ങൾ ഭരണഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോടതി മറ്റ് കോടതി സംവിധാനങ്ങളും വളരെ ഇൻഡിപെൻഡൻ്റായി നിലനിർത്തുന്നതിന് ഭരണഘടന വളരെ കൃത്യമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതാണ് ഫാക്ടേഴ്സ് എൻഷുവറിങ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു 6 പോയിൻ്റുകൾ നമ്മൾ എത്തുന്നുണ്ട്. ഈ മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ്, എങ്ങനെയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നോമിനിയായിട്ടാണ് അദ്ദേഹം ജഡ്ജാവുന്നതെങ്കിൽ തീർച്ചയായും ആ പാർട്ടിക്ക് അനുകൂലമായി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള വിധികളായിരിക്കും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. അവരുടെ കാലാവധി വളരെ പ്രധാനപ്പെട്ടതാണ്. കുറച്ച് കാലം ഇരിക്കാൻ പറ്റുള്ളൂവെങ്കിൽ മറ്റേതെങ്കിലും ജോലി തേടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തികമായ സുരക്ഷിതത്വമില്ലെങ്കിൽ, ഒരു നല്ല സാലറി അവർക്ക് ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അവർ അഴിമതിക്ക് പാത്രമാവാൻ കാരണമാകും. വിമർശനങ്ങളെ പേടിച്ചുകൊണ്ട് ഏതെങ്കിലും സമ്മർദ്ദങ്ങൾ നമ്മുടെ പേരിൽ വരുമോ എന്ന പേടിയുണ്ടെങ്കിൽ അതുണ്ടാവും. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോന്നായി അതിനെ നോക്കാം. കാരണം ഇത് ഡീറ്റെയിൽഡായിട്ട് ഒരു 5 മാർക്കിനൊക്കെ ചോദ്യമായിട്ട് വരുന്ന ചോദ്യമാണ്. മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ്. ജഡ്ജസിൻ്റെ ഇൻഡിപെൻഡൻറ്റ് കാത്തു സൂക്ഷിക്കാനുള്ളത് ഫസ്റ്റ് ഫാക്ടറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസ് ആണ്. എങ്ങനെ ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു? ഇറ്റ് മസ്റ്റ് ബി എബവ് ദ പാർട്ടി പൊളിറ്റിക്സ്. രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് അപ്പുറമായിരിക്കണം അതിൻ്റെ നിയമനം. അത് രാഷ്ട്രീയ തീരുമാനമാണെങ്കിൽ ഒരു ജഡ്ജിയും ഇൻഡിപെൻഡൻ്റ് ആവില്ല. ആൻഡ് ഓൾസോ ദ ലെജിസ്ലേച്ചർ ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദിസ് പ്രോസസ്സ്. ലെജിസ്ലേച്ചറും ഈ പ്രവർത്തനത്തിൽ ഒരു കാരണവശാലും ഇടപെടാൻ പാടില്ല. ഒരു ലെജിസ്ലേച്ചറാണ് നിയമിക്കുന്നത് എങ്കിൽ തീർച്ചയായും അവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭൂരിപക്ഷമാണ് ലെജിസ്ലേച്ചർ തീരുമാനിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ജഡ്ജസ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഓൺ ദി അഡ്വൈസ് ഗിവൺ ബൈ ദ കൊളീജിയം ഓഫ് ജഡ്ജസ്. ഇന്ത്യയിലെ അപ്പോയിൻമെൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, ഇന്ത്യയുടെ ജഡ്ജിമാരെ, ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ആരുടെ റെക്കമെൻഡേഷൻ? ബൈ ദ കൊളീജിയം ഓഫ് ജഡ്ജസ്. ജഡ്ജിമാരുടെ ഒരു കൊളീജിയം ആണ് തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസും സീനിയറായിട്ടുള്ള മറ്റ് 4 ജഡ്ജിമാരും അടങ്ങുന്നതാണ് കൊളീജിയം ഓഫ് ജഡ്ജസ്. ഈ 5 പേരടങ്ങുന്ന പാനലാണ് പുതിയ ജഡ്ജിമാരെ തീരുമാനിക്കുന്നത്. ഇത് രാഷ്ട്രപതിക്ക് റെക്കമെൻഡ് ചെയ്യുന്നു.
അത് ഗവൺമെൻറ്റിൻ്റെ കൂടി അംഗീകാരത്തോടു കൂടി അവരെ നിയമിക്കുന്നു. അപ്പോൾ ഈ അപ്പോയിൻമെൻറ്റ് പ്രൊസീജിയറിൽ ലെജിസ്ലേച്ചറിനെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ലെജിസ്ലേച്ചറിനെ യാതൊന്നും ഇതിൽ ചെയ്യാനില്ല. അവരുടെ ഭൂരിപക്ഷം വേണ്ട, അവരുടെ അംഗീകാരം ആവശ്യമില്ല, പാർലമെൻറ്റിൽ പേര് നൽകേണ്ട കാര്യമില്ല. ഇത് ജഡ്ജിമാർ തീരുമാനിക്കുകയും അവരുടെ റെക്കമെൻഡേഷൻസ് മന്ത്രിസഭയുടെ അംഗീകാരത്തോടു കൂടി രാഷ്ട്രപതി പുറപ്പെടുവിക്കുകയുമാണ് നമ്മുടെ ഈ ജഡ്ജിമാരുടെ നിയമനത്തിൽ ചെയ്യുന്നത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ നിയമിക്കുന്നത് സീനിയോറിറ്റി മാത്രമാണ് മാനദണ്ഡം. ജഡ്ജിമാരിൽ ആരാണോ ഏറ്റവും സീനിയർ അദ്ദേഹത്തെ ചീഫ് ജസ്റ്റിസ് ആക്കുക എന്നതാണ് നിലവിലുള്ള കീഴ്വഴക്കം. എന്നാൽ 2 ഒക്കേഷൻസിൽ ഇത് ബ്രോക്കൺ ആയിട്ടുണ്ട്. ഒന്ന് 1973 ജസ്റ്റിസ് എ എൻ റായ് നിയമിക്കപ്പെടുകയുണ്ടായി. ജസ്റ്റിസ് എ എൻ റായിയെ നിയമിച്ചത് ഇന്ദിരാഗാന്ധി 3 മറ്റ് സീനിയറായിട്ടുള്ള 3 ജഡ്ജിമാരെ മറികടന്നുകൊണ്ടാണ് ജസ്റ്റിസ് എ എൻ റായിയെ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് അധികാരത്തിലിരിക്കെ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിക്കുന്നത്. അത് വലിയ രാഷ്ട്രീയ വിവാദവും പിന്നീട് നിയമപരമായ തർക്കങ്ങൾക്കും കാരണമായ ഒന്നാണ്. അതിനുശേഷം ഇന്ദിരാഗാന്ധി ഭരണകാലഘട്ടത്തിൽ തന്നെ 1975 ജസ്റ്റിസ് എച്ച് ബഗ്ഗിനെ ഇതുപോലെ അപ്പോയിൻ്റ് ചെയ്യുകയായി. HR ഖന്ന ജസ്റ്റിസായിരുന്ന HR ഖന്നയെ മറികടന്നുകൊണ്ട് എച്ച് ബഗ്ഗിനെയും അദ്ദേഹം ഇന്ദിരാഗാന്ധി തന്നെ നിയമിക്കുകയുണ്ടായി. അതൊഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ നിയമനങ്ങളും സീനിയോറിറ്റി മാത്രമാണ് മാനദണ്ഡമായി ഉപയോഗിച്ചിട്ടുള്ളത്. ജഡ്ജിമാരുടെ ഇൻഡിപെൻഡൻസ് കാത്തു സൂക്ഷിക്കുന്ന മറ്റൊരു മാർഗം ഫിക്സഡ് ടെന്യൂവറാണ്. അവർക്കൊരു കൃത്യമായ ഒരു കാലാവധി അവർക്ക് സർവീസ് കൊടുക്കുന്നു. നമുക്ക് ജോലിക്കൊരു സ്ഥിരതയില്ലെങ്കിൽ സ്വാഭാവികമായും നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മളെ ശ്രദ്ധ പോകും. നമ്മൾ വേറെ ജോലിക്ക് വേണ്ടി ശ്രമിക്കും. സാമ്പത്തികം നേടിയെടുക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ഫിക്സഡ് ടെന്യൂവർ ഈ ജഡ്ജിമാർക്ക് ഉറപ്പാക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആൻഡ് ഓൾസോ ദേ ക്യാൻ റിമൈൻ ഇൻ ഓഫീസ് ടിൽ ദി ഏജ് ഓഫ് റിട്ടയർമെൻറ്റ്. അവർക്കൊരു കൃത്യമായ റിട്ടയർമെൻറ്റ് ഏജ് ഉണ്ടാവണം. ആ ഏജ് വളരെ ലോങ് ഏജ് ആയിരിക്കണം. മറ്റേത് പ്രൊഫഷനേക്കാൾ വലിയ ഒരു ഏജ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജഡ്ജിമാർക്കുടെ റിട്ടയർമെൻറ്റ് ഏജ് 65 ഇയേഴ്സാണ്. 65 ഏജ് എന്നാവുന്നു 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെയോ അല്ലെങ്കിൽ 6 ഇയേഴ്സോ ഇതിലേത് ആണെന്നോ ആദ്യം വരുന്നത് അപ്പോൾ റിട്ടയർ ചെയ്യണം. ഒന്നുകിൽ 6 വർഷം ജഡ്ജായിട്ടിരിക്കാം, അതല്ലെങ്കിൽ 65 വയസ്സ് വരെ അവർക്ക് ജഡ്ജായിട്ടിരിക്കാം. ആൻഡ് ക്യാൻ ബി റിമൂവ്ഡ് ഓൺലി ബൈ ദ പ്രോസസ് ഓഫ് ഇംപീച്ച്മെൻറ്റ്. അവരെ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചുമ്മാ ഇടയ്ക്ക് പറഞ്ഞു വിടാനൊന്നും കഴിയില്ല. അവരെ റിമൂവ് ചെയ്യണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അത് ഇംപീച്ച്മെൻറ്റാണ്. ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ നടത്തുന്നൊരു പ്രക്രിയ. അത് അത് എക്സിക്യൂട്ടീവിന് ഒരു റോളുമില്ല. അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിൽ എക്സിക്യൂട്ടീവിന് ഒരു റോളുണ്ടായിരുന്നു. എക്സിക്യൂട്ടീവാണ് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും കൂടി ജഡ്ജിമാരുടെ റെക്കമെൻഡേഷൻ പരിഗണിച്ചുകൊണ്ടാണ് നിയമനം നടത്തുന്നത്. പക്ഷേ റിമൂവലിൻ്റെ കാര്യത്തിൽ ലെജിസ്ലേച്ചറിനാണ് റോള്, അവിടെ എക്സിക്യൂട്ടീവിന് റോളില്ല. ലെജിസ്ലേച്ചറാണ് റിമൂവൽ പ്രക്രിയ നടത്തുന്നത്. അത് പാർലമെൻറ്റിൻ്റെ 3/2 അംഗങ്ങളുടെ ഭൂരിപക്ഷം ആവശ്യമാണ്, രാജ്യസഭയുടെയും ലോക്സഭയുടെയും. അതൊരു വളരെ ഡിഫിക്കൽട്ട് പ്രൊസീജിയറാണ്. അതാണ് ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രമേ അവരെ പുറത്താക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നിയമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ദീർഘകാലം സർവീസിലിരിക്കാം എന്ന ഒരു സെക്യൂരിറ്റി അവർക്ക് ലഭിക്കുന്നു. ഇത് അവരുടെ ഇൻഡിപെൻഡൻസ് കാത്തു സൂക്ഷിക്കാൻ വളരെ ഉപകാരപ്രദമാണ്. മറ്റൊന്ന് ദി ആബ്സെൻസ് ഓഫ് ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ്. എല്ലാവരും ജോലിക്ക് പോകുന്നത് സാമ്പത്തികമാണ് പ്രധാനം. നല്ല ശമ്പളമുള്ള നല്ല ജോലിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി ദ ജഡ്ജസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ ജുഡീഷ്യറി ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഐദർ ടു ദ ലെജിസ്ലേച്ചർ നോർ ടു ദ എക്സിക്യൂട്ടീവ്. ജഡ്ജിമാരോ ജുഡീഷ്യറിയോ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി, ധനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ലെജിസ്ലേച്ചറിനെ സമീപിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഇത്ര കോടി രൂപ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കോടതിക്ക് ലെജിസ്ലേച്ചറിനെ സമീപിക്കേണ്ട, പാർലമെൻറ്റിനെ സമീപിക്കേണ്ട, മന്ത്രിമാരെ സമീപിക്കേണ്ട. കാരണം അവരുടെ എക്സ്പെൻസുകളെല്ലാം ചാർജ്ഡ് ഐറ്റമായിട്ടാണ് പരിഗണിക്കുന്നത്. ഓൾറെഡി സാങ്ഷൻഡ് ആണ്. ജുഡീഷ്യറിയുടെ വിധി നടപ്പിലാക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ പണം വകയിരുത്തേണ്ട കാര്യമില്ല. ജഡ്ജിമാരുടെ ശമ്പളത്തിന് വേണ്ടിയിട്ട് പണം വകയിരുത്തേണ്ട കാര്യമില്ല. ഇത് ഓൾറെഡി സാങ്ഷൻഡ് ഐറ്റമായിട്ട് ഭരണഘടന ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ഒരു കാരണവശാലും സാമ്പത്തിക കാര്യങ്ങളിൽ കുറവ് വരുത്തിക്കൊണ്ട് ജഡ്ജിമാരെ നിയന്ത്രിക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് ഭരണഘടന മുൻകൂട്ടി കാണുന്നു. ജഡ്ജിമാരുടെ സാലറി ആൻഡ് അലവൻസസ് ഒരു കാരണവശാലും കുറയ്ക്കാൻ കഴിയില്ല. അവരുടെ സേവന കാലാവധിയിൽ അവരുടെ ശമ്പളമോ മറ്റ് അലവൻസുകളോ കുറയ്ക്കാൻ പാടില്ല എന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നു. കാരണം അത് ഫോർ എൻഷുറിങ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. മറ്റൊന്ന് ഇമ്മ്യൂണിറ്റി ഫ്രം പേഴ്സണൽ ക്രിറ്റിസിസം. The actions and the decisions of the judges are immune from the personal criticism.
അവരുടെ ഏതെങ്കിലും വിധികളോ അവർ നടത്തുന്ന വിധിന്യായങ്ങളുടെ പേരിൽ അവരെ വിമർശിക്കാൻ പാടില്ല. വ്യക്തിപരമായ വിമർശനങ്ങളിൽ നിന്നും മുക്തമാണ്. അങ്ങനെ ഉണ്ടായാൽ അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായിട്ട് വരും. കോടതി അലക്ഷ്യമായിട്ട് പരിഗണിക്കുകയും ആ വിമർശനം ഉന്നയിച്ചവർക്കെതിരെ കേസ് ചാർജ് ചെയ്യാനുള്ള അധികാരം, ആ ഒരു പ്രിവിലേജ് ഇന്ത്യയുടെ ജുഡീഷ്യറിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യറിയുടെ വിധി വളരെ പ്രസക്തമാവുകയും അത് അതേപടി നടപ്പിലാക്കപ്പെടുകയും ചെയ്യും. അപ്പം വളരെ സുതാര്യമായി വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കാൻ, ഒരു പേടിയും കൂടാതെ വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കാൻ ജഡ്ജിമാർക്ക് കഴിയുന്നതും അതുകൊണ്ടാണ്. മറ്റൊന്ന്, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ദി എക്സിക്യൂട്ടീവ്. ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു. ജുഡീഷ്യറിയിൽ ഉള്ള ഒരാളും എക്സിക്യൂട്ടീവിലോ ലെജിസ്ലേച്ചറിലോ അംഗമല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയോ മന്ത്രിമാരിലോ അംഗമായിരിക്കുന്ന ഒരാളും ജുഡീഷ്യറിയുടെ ഭാഗമല്ല. അത് ഈ ഇൻഡിപെൻഡൻസ് കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ്. ബ്രിട്ടനിലെ ഹൗസ് ഓഫ് ലോർഡ്സിലെ ജഡ്ജ് എന്ന് പറയുന്നത് അവരുടെ ഹൗസ് ഓഫ് ലെജിസ്ലേച്ചറിലെ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ അംഗമാണ്. അപ്പം പാർലമെൻറ്റിലെ അംഗമായിരിക്കുന്ന ആൾ ജുഡീഷ്യറിയിലും അംഗമായിരിക്കുന്ന ഭരണ സംവിധാനം ബ്രിട്ടനിലുണ്ട്. കാരണം അവിടെ സെപ്പറേഷൻ ഇല്ല. പക്ഷേ ഇന്ത്യൻ ജുഡീഷ്യറി അങ്ങനെയല്ല. ഇന്ത്യൻ ജുഡീഷ്യറി ഈസ് എൻറ്റയർലി സെപ്പറേറ്റഡ് ഫ്രം ദ ലെജിസ്ലേച്ചർ ആൻഡ് ദ എക്സിക്യൂട്ടീവ്. മറ്റൊന്ന്, പ്രൊഹിബിഷൻ ആഫ്റ്റർ ദ റിട്ടയർമെൻറ്റിന് ശേഷം അവർ വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നതിന് നിരോധിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ജഡ്ജായിട്ട് റിട്ടയർ ചെയ്ത ഒരു വ്യക്തി പിന്നീട് ഒരു കോടതിയിലും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ വേണമെങ്കിൽ അവർക്ക് ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് പോകാമെന്നുള്ളതല്ല, ഇന്ത്യയിലുള്ള ഒരു കോടതിയിലും അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ അനുവാദമില്ല. ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ജഡ്ജസ് ആണെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയിൽ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം, അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അല്ലാതെ മറ്റൊന്നും പാടില്ല എന്ന് കോടതി അല്ലെങ്കിൽ ഭരണഘടന തീരുമാനിച്ചിരിക്കുന്നു. കാരണം അത് പിന്നീട് ഇല്ലെങ്കിൽ പക്ഷപാതങ്ങൾക്കോ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്കോ ഇവർ വഴിപ്പെടാനുള്ള സാധ്യതയുണ്ട്. മറ്റ് ഓഫറുകൾ കിട്ടുമ്പോൾ നിങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ നിങ്ങളെ ഇന്ന സ്ഥാനത്തേക്ക് വയ്ക്കാം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും, ഇല്ലെങ്കിൽ അവർ ഒരു സുപ്രീം കോടതി ജഡ്ജി തന്നെ റിട്ടയർ ചെയ്തതിന് ശേഷം വീണ്ടും അഡ്വക്കേറ്റായിട്ട് കോടതിയിൽ വരുമ്പോൾ സ്വാഭാവികമായും കൊളീഗ്സാണ് ജഡ്ജസ് ആയിട്ടിരിക്കുന്നത്. അത് പക്ഷപാതങ്ങൾക്ക് കാരണമാകും എന്നതുകൊണ്ട് ഇങ്ങനെയും ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്. ഇതും എന്തിനു വേണ്ടിയിട്ടാണ്? ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു, ദ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ക്യാൻ ബി റിമൂവ്ഡ് ഓൺലി ബൈ ദ പ്രോസസ് ഓഫ് ഇംപീച്ച്മെൻറ്റ്. ഇംപീച്ച്മെൻറ്റിലൂടെ അല്ലാതെ അവരെ പുറത്താക്കാൻ കഴിയില്ല. ഇംപീച്ച്മെൻറ്റിന് ഉള്ള ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. ആ സ്ഥാനത്തിന് നിരക്കാത്ത രീതിയിൽ അവർ പെരുമാറുകയോ ഈ സ്ഥാനത്തിരിക്കാനുള്ള കപ്പാസിറ്റി, യോഗ്യത അവർക്കില്ല എന്ന് ബോധ്യമാകുകയോ ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ ഇംപീച്ച്മെൻറ്റ് നടക്കുന്നത്. ഇംപീച്ച്മെൻറ്റ് ചാർജ് എഗൈൻസ്റ്റ് എ ജഡ്ജ് മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ ദ ബോത്ത് ഹൗസസ് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിലെ ഏതെങ്കിലും ഒരു ഹൗസ് ആദ്യം ഈ പ്രമേയം കൊണ്ടുവരികയും അവർ ആ പ്രമേയം 2/3 ഭൂരിപക്ഷത്തിൽ പാസ്സാക്കി കഴിഞ്ഞാൽ അടുത്ത ഹൗസിലും ഈ പ്രമേയം വരികയും ആ ഹൗസ് 2/3 ഭൂരിപക്ഷത്തിൽ പ്രമേയം പാസ്സാക്കിയാലാണ് ഇംപീച്ച്മെൻ്റ് നടപടി പൂർത്തിയാകുന്നത്. ജഡ്ജിമാരെ സഭയിൽ വിളിച്ചു വരുത്താനും അവരോട് നേരിട്ട് വിസ്താരങ്ങൾ നടത്തുവാനും ഈ പാർലമെൻറ്റിന് ഈ സമയങ്ങളിൽ അധികാരമുണ്ട്. അങ്ങനെ വളരെ സുദീർഘമായ ഒരു പ്രക്രിയയാണ് ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇതുവരെയും ഒരു ജഡ്ജും ഇംപീച്ച്മെൻറ്റിലൂടെ പുറത്തായിട്ടില്ല. ഇംപീച്ച്മെൻറ്റിലൂടെ ഒരു ജഡ്ജും പുറത്തു പോയിട്ടില്ല. പല ജഡ്ജിമാർക്കെതിരെയും ചില നടപടികൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ ജസ്റ്റിസ് വി രാമസ്വാമി 1994 അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെൻറ്റ് നടപടികൾ നടക്കുകയും അദ്ദേഹം രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്തു. അടുത്ത കാലത്തായിട്ട് ജസ്റ്റിസ് PD ദിനകരനെതിരെ, ചീഫ് ജസ്റ്റിസ് ഓഫ് സിക്കിം, അദ്ദേഹത്തിനെതിരെ കറപ്ഷൻ അലിഗേഷൻ ഉണ്ടാകുകയും 2011 അദ്ദേഹം ഇംപീച്ച്മെൻറ്റ് നടപടികൾ തുടങ്ങിയപ്പോഴേ അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. അതുപോലെ സുമിത്ര സെൻ കാലിക്കറ്റ് ഹൈക്കോടതി ജഡ്ജായിരുന്നു. അവരും 2011 അവർക്കെതിരെ ചില ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയറുകൾ നീങ്ങിയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾ ഉണ്ടായെങ്കിലും പാർലമെൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റിലൂടെ ഒരു ജഡ്ജും ഇതുവരെയും പുറത്തു പോയിട്ടില്ല. അലിഗേഷൻ പ്രൂവ്ഡ് ആണ് എന്ന് തോന്നുന്ന പക്ഷം, അത് വിജയിക്കും എന്ന് തോന്നുന്ന പക്ഷം ജഡ്ജിമാർ നേരിട്ട് റിസൈൻ ചെയ്യുന്ന സ്ഥിതി ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് ഇതുവരെയും നടന്നിട്ടില്ല. കാരണം അതൊരു സ്പെഷ്യൽ മജോറിറ്റിയാണ്. പാർലമെൻറ്റിലെ 2/3 ഭൂരിപക്ഷത്തിൽ പാസ്സാകുക എന്ന
കൃത്യമായ അലിഗേഷൻ ഉണ്ട് എങ്കിൽ മാത്രമേ അത് പൂർത്തിയാകൂ എന്ന് ഉറപ്പിക്കുന്നതിനാണ് അത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം ഭരണഘടന തന്നെ നിഷ്കർഷിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്. അപ്പം ഇതിൻ്റെ ഒരു ആദ്യ ഭാഗമാണ് നമ്മൾ കണ്ടത്. ഒരു പാർട്ട് കൂടി ഈ ജുഡീഷ്യറി എന്ന ചാപ്റ്ററിനുണ്ടാവും. എല്ലാവരും ഈ പാഠഭാഗം നന്നായിട്ട് റിപ്പീറ്റഡായിട്ട് കേൾക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.